നമസ്കാരം. ന്യൂസ് ടെന്നിലേക്ക് സ്വാഗതം. ചേട്ടാ, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ദളിത് വിരുദ്ധ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണൻ നമുക്കറിയാം, ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം ലോകം തന്നെ ആദരിക്കുന്ന, കേരളം സംഭാവന ചെയ്ത ഒരു ചലച്ചിത്രകാരനാണ്. മികച്ച സിനിമകൾ മലയാളത്തിനും ഒപ്പം തന്നെ സിനിമാ ലോകത്തിനും സംഭാവന നൽകിയ ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഓരോ പ്രസ്താവനയും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ പറഞ്ഞാൽ അത് ജനങ്ങൾ അത് ചർച്ചയാകുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു വിവാദം മാത്രമല്ലല്ലോ. തീർച്ചയായിട്ടും വിവാദമല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാക്കുപിഴകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാക്കുപിഴയൊന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം മനഃപൂർവ്വം തന്നെ പറയുന്നതാണ്. കാരണം ഇന്നലെ അദ്ദേഹം സിനിമാ കോൺക്ലേവിൽ നടത്തിയ വിവാദമായ പരാമർശം എന്ന് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നുണ്ട്, സാധൂകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനെ അത് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, ഇത് തന്നെയാണോ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട്? ഈ പറയുന്ന ദളിത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, അങ്ങേയറ്റം തൊഴിലാളി വർഗ സമരങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ MLA മാരെ, ഇപ്പൊ CPM-ന്റെ MLA മുകേഷ് ഒക്കെ തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നു. ആരും തന്നെ, എനിക്ക് തോന്നുന്നു, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരോ ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരോ ഈ പറയുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാരോ ആരും തന്നെ തള്ളി പറഞ്ഞിട്ടില്ല, രൂക്ഷമായി തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഭവം, ഈ വിവാദ പരാമർശം അടൂർ ഗോപാലകൃഷ്ണൻ നടത്തുന്നത് സിനിമാ കോൺക്ലേവിലാണ്. നമുക്കറിയാം, അത് സിനിമയിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ പക്ഷ പ്രശ്നങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാനും അതിന്റെ പരിഹാരം കണ്ടെത്താനും വേണ്ടി സർക്കാർ നടത്തിയ ഒരു സംവിധാനമാണ് ഈ കോൺക്ലേവ്. അതിന്റെ സമാപന ദിവസം നടത്തിയ പ്രസംഗത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് വളരെ ജാതീയ അധിക്ഷേപം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത്. നമുക്കറിയാം, ഈ സർക്കാര് ഈ പ്രസ്താവന വന്നതിന് ശേഷവും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞത്. അത് ഡെലിബറേറ്റ് ആയിട്ട് പറഞ്ഞ സംഭവമാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത്. മുമ്പ് ഒട്ടേറെ വിദ്യാർത്ഥിനികൾ ഇതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ പറയുന്ന ചലച്ചിത്ര കലാ അക്കാദമിയുടെ ഭാഗമായിരുന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇങ്ങനെ ജാതീയമായ അധിക്ഷേപം നേരിട്ടതായി ഒരുപാട് വിദ്യാർത്ഥിനികൾ രേഖപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആയിരുന്ന KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, അദ്ദേഹത്തിന്റെ പേരുള്ള KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഒരു വിഷയമുണ്ടായി. അവിടുത്തെ ഡയറക്ടർ ശങ്കർ മോഹനെതിരെ അവിടുത്തെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ജാതി അധിക്ഷേപം ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും എന്നിട്ട് 50 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ പോവുകയും ഒക്കെ ചെയ്ത സംഭവം 2023 ആദ്യം ഉണ്ടായിരുന്നു. അന്ന് ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ ആയിരുന്നു ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ. അന്ന് അദ്ദേഹം ഈ സംഭവത്തെ ന്യായീകരിക്കുകയും ആ ഡയറക്ടറെ പൂർണ്ണമായും സംരക്ഷണം ചെയ്തിട്ട് നിലപാടാണ് സ്വീകരിച്ചത്. അവസാനം ആ ഡയറക്ടർക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നും ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തില്ല. 2 സമിതികൾ റിപ്പോർട്ട് സമർപ്പിച്ച ആ റിപ്പോർട്ടിലൊക്കെ തന്നെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ജീവനക്കാരും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിരിക്കും സ്വീകരിച്ചത്. സമാനമായ തരത്തിൽ ഈ പറയുന്ന പോലെ ദളിത് വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന, അതിലുപരിയായിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് ഇന്നലെ അദ്ദേഹം ആ സിനിമാ കോൺക്ലേവിൽ നടത്തിയത്. അത് അദ്ദേഹം ഈ പറയുന്ന പോലെ തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ദൃഢമായി പറയുന്നു. അതോടൊപ്പം തന്നെ ആരും ഇതിനെതിരെ പ്രതികരിക്കാൻ മടി കാണിക്കുന്നു. അപ്പൊ നമ്മുടെ സമൂഹം അങ്ങേയറ്റം ഈ പറയുന്ന ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു നിലയിലേക്കല്ലേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു പ്രതികരണം ഉണ്ടായില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇന്നലെ ആ വേദിയിൽ തന്നെ സാംസ്കാരിക മന്ത്രി, സിനിമാ മന്ത്രി സജി ചെറിയാൻ അതിനെ മറുപടി അടൂർ ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. അതിനെയും അദ്ദേഹം ഇന്ന് വിമർശിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത് മന്ത്രി അങ്ങനെ തിരുത്താൻ പാടില്ലായിരുന്നു, തനിക്കെതിരെ പ്രതിഷേധിച്ച വ്യക്തിയെ തടയുകയായിരുന്നു മന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. കാരണം മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ അറിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളെയും അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് തന്റെ ആ വിശദീകരണത്തിൽ വിമർശിക്കുന്നുണ്ട്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് അധികം അറിവുകളില്ല, അതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ല. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്രി അഭിപ്രായം പറയാൻ ഒട്ടും യോഗ്യനല്ല എന്ന് കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും തുറന്നു പറയുന്നത്. മന്ത്രിയെ മാത്രമല്ല, ഇന്നലെ പ്രതിഷേധിച്ച ആ വ്യക്തി, പത്മാവതി എന്ന് പറയുന്ന ഗായിക, അവർക്കും തന്നെ വിമർശിക്കാൻ അധികാരമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, ആ കോൺക്ലേവിൽ വരാൻ അവർക്ക് എന്ത് അധികാരമാണുള്ളത്, എനിക്കെതിരെ പ്രതിഷേധിക്കാൻ അവർ ആരാണ് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളും എതിർപ്പുകളും ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയൂ. ഇത് തീർത്തും ഒരു സവർണാധിപത്യത്തിന്റെ സ്വരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രതിഷേധിക്കുന്ന വ്യക്തികളെ കൂടി അധിക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ ഒരു സവർണാധിപത്യ നയത്തെ പിന്തുണയ്ക്കുകയാണോ ഗവൺമെന്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ?
അങ്ങനെ നമുക്ക് ഒരു അർത്ഥത്തിൽ അങ്ങനെ പറയേണ്ടി വരും. കാരണം ഇന്ന് VN വാസവൻ മന്ത്രി അദ്ദേഹം പ്രതികരിച്ചപ്പോഴും അദ്ദേഹത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ആ വേദിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രി സജി ചെറിയാൻ അതിനെ വിമർശിക്കുന്നുണ്ട്. എങ്കിൽ പോലും പിന്നീട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം നടത്തുകയോ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയോ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒറ്റപ്പെട്ട ചില സ്വരങ്ങൾ മാത്രമാണ് ഇതിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇന്നലെ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം ഇന്നലെ ആ കോൺക്ലേവിലുണ്ടായിരുന്നു, സമാപന സമ്മേളനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഡോക്ടർ ബിജു അദ്ദേഹം ഇതിനെ അക്കമിട്ട അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയമെന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഈ സ്ത്രീകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ തന്നെ സിനിമയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ നവാഗതരായ സ്ത്രീകളായ അല്ലെങ്കിൽ പിന്നോക്കക്കാരായ സംവിധായകർക്ക് 1.5 കോടി രൂപ ഒരു സിനിമ ഗ്രാന്റ് കൊടുത്തുകൊണ്ട് വരിക. അത് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ തുടക്കക്കാർക്ക് കൊടുക്കുന്നത്? സ്ത്രീകൾക്കും ഒപ്പം തന്നെ ഈ മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന സംവിധായകർക്കും ഒരു ഓറിയന്റേഷൻ ട്രെയിനിങ് കൊടുക്കണം. എന്നിട്ട് മാത്രമേ അവരെ ഈ സംവിധാനം ചെയ്യാൻ ഈ കാശ് കൊടുത്ത് അവർക്ക് ഗ്രാന്റ് കൊടുക്കാവൂ എന്നൊക്കെയുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ 1.5 കോടി രൂപ ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം താൻ 30 ലക്ഷം രൂപയ്ക്കൊക്കെ സിനിമ പൂർത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിനിമയ്ക്ക് മാക്സിമം 50 ലക്ഷം മതി എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ന്യായം. പക്ഷേ അദ്ദേഹം നിർമ്മിക്കുന്നത് ഭൂരിപക്ഷം ഫ്യൂച്ചർ ഫിലിമുകളാണോ എന്നുള്ള കാര്യം അത് അദ്ദേഹം മറന്നുപോകുന്നു. പിന്നെ VN വാസവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, VN വാസവൻ നമുക്കറിയാം ആര് വർഗീയ പ്രസ്താവനകൾ നടത്തിയാലും ആര് വിഷമുക്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയാലും അവരെയൊക്കെ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ് VN വാസവൻ സ്വീകരിച്ചു പോരുന്നത്. നമുക്കറിയാം പാലാ ബിഷപ്പിന്റെ കേസിലും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ കേസിലും എല്ലാവരെയും ഈ പറയുന്ന ദളിത് വിരുദ്ധ പ്രസ്താവനകളായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളായിക്കൊള്ളട്ടെ, എല്ലാവരെയും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രശംസിക്കുകയാണ്. അങ്ങേയറ്റം പ്രശംസിച്ചു പോരുന്ന ഒരു നിലപാടാണ് നമ്മൾ ഈ VN വാസവനിൽ കണ്ടുപോരുന്നത്. VN വാസവൻ മാത്രമല്ല, നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് മുഖ്യമന്ത്രി തന്നെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ ആദരിക്കുന്ന ചടങ്ങിൽ ചെന്ന് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇങ്ങനത്തെ തന്നെ ഒരു ആദരം ഇനി അടൂർ ഗോപാലകൃഷ്ണനും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകാം. കാരണം ഇത്തരത്തിൽ തങ്ങളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആര് തന്നെ ആയാലും അവർ ഈ വിവാദത്തിൽ പെട്ടാൽ അല്ലെങ്കിൽ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ, പ്രസ്താവനകൾ നടത്തിയാൽ ഒക്കെ തന്നെ അതിനെ വിമർശിക്കാൻ, അതിനെ തള്ളിപ്പറയാൻ ഈ സർക്കാരിന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു വിമുഖതയുണ്ട്. കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളെ കൂടുതൽ പ്രോത്സാഹനമാവുക കൂടിയാണ് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സർക്കാരിന്റെ ഒരു പേരോ യഥാർത്ഥത്തിൽ ദളിതുകൾക്ക് വേണ്ടി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി, അധസ്ഥിത വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു തൊഴിലാളി വർഗം ഇന്നലെ ഈ പ്രസംഗത്തില് ഈ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റൊരു വളരെ വിവാദമായ പരാമർശം നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ അവിടുത്തെ ഈ തൊഴിലാളി വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വരുന്നത്, ഈ ഫിലിം ഫെസ്റ്റിവലിന് സിനിമയ്ക്ക് ഇടിച്ചു കയറിയ ആൾക്കാർ വരുന്നത്, അതിനെ അദ്ദേഹം വിമർശിക്കുന്നു. ഇവരൊക്കെ കയറി വരുന്നത് ഈ പടങ്ങളിലെ സെക്സ് കാണാനാണ്, അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ചാലയിൽ നിന്നൊക്കെയുള്ള ഈ തൊഴിലാളി വർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതലായിട്ട് കയറി വരുന്നതെന്നൊക്കെയുള്ള ചില പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കിയാലും മൊത്തത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ നമുക്ക് ദലിത് വിരുദ്ധമായിട്ടും തൊഴിലാളി വിരുദ്ധമായിട്ടും ആ ഒരു സമൂഹത്തെ പ്രത്യേകം സെഗ്രിഗേറ്റ് ചെയ്ത് നിർത്തേണ്ട ഒരു പ്രസ്താവന തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഗവൺമെന്റ് അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇനി നമ്മുടെ പാലാ ബിഷപ്പിന് നൽകിയ പോലെയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്ക് നൽകിയ പോലെയും ഒരു സ്വീകരണം ഇദ്ദേഹത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് നൽകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് വരും കാലങ്ങളിൽ സ്വീകരണം നൽകില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ലൈസൻസ് അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഇനിയും വലിയ സ്ഥാനമാനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് നൽകുമായിരിക്കും.